അരനൂറ്റാണ്ടിലേറെയായി മലയാളിയുടെ ചുണ്ടിലെ പാട്ടാണ് കെ.ജെ. യേശുദാസ്. ആ സ്വരം കേൾക്കാതെ ഒരു ദിനമെങ്കിലും കടന്നു പോകാറുണ്ടോ? ആ ഗന്ധർവസ്വരം മൂളാത്ത, മനസ്സിൽ പാടി നടക്കാത്ത എത്ര മലയാളികളുണ്ടാവും? 60കളിൽ മലയാള സിനിമയിൽ ആദ്യമായി മുഴങ്ങിത്തുടങ്ങിയ യേശുദാസിന്റെ ശബ്ദം ഇന്നും നമ്മൾ ഹൃദയഗീതങ്ങളായി കൊണ്ടു നടക്കുന്നു. കാലം ആ ഗന്ധർവനാദം കൂടുതൽ സുന്ദരമാക്കുകയാണ് ചെയ്തത്. അതിന്റെ മികച്ച ഉദാഹരണമാണ് മിടുമിടുക്കി എന്ന സിനിമയിലെ അകലെ അകലെ നീലാകാശം എന്ന പാട്ട്. 26 വർഷങ്ങൾക്ക് ശേഷം 1995 ഇതേ ഗാനം യേശുദാസ് വീണ്ടും പാടി. രാജസേനൻ സംവിധാനം ചെയ്ത ആദ്യത്തെ കൺമണി എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി രചിച്ച് ബാബുരാജ് ഈണമിട്ട ആ ഗാനം എക്കാലത്തെയും വലിയ ഹിറ്റുകളിലൊന്നായി ഇന്നും തുടരുന്നു. ജാതിഭേദം മതദ്വേഷം എന്ന ശ്രീനാരായണ ഗുരുവിന്റെ വിഖ്യാതമായ ശ്ലോകം ആലപിച്ചുകൊണ്ട് കാൽപ്പാടുകൾ എന്ന ചിത്രത്തിലൂടെ 1962 യേശുദാസ് പിന്നണി ഗായകനാകുന്നത്. 30,000-ലേറെ പാട്ടുകൾ പാടിയ വലിയ ഗായകന് അനുയോജ്യമായ തുടക്കം. 60കളിലെ യേശുദാസിന്റെ ഗാനങ്ങളുടെ പട്ടിക എടുത്തു നോക്കൂ. എങ്ങനെയാണ് അതിൽ നിന്നും ഏറ്റവും മികച്ചവ തിരഞ്ഞെടുക്കുക? എങ്ങനെയാണ് ആ കാലത്തെ ഹിറ്റുകളെ മാത്രം വേർതിരിച്ചെടുക്കാനാവുക? ഭാഗ്യജാതകം എന്ന ചിത്രത്തിലെ ആദ്യത്തെ കൺമണി എന്ന ഗാനമാണ് യേശുദാസിന്റെ സിനിമാ ജീവിതത്തിലെ ആദ്യ ഹിറ്റ് എന്ന് തന്നെ പറയാം. പി ലീലയോടൊപ്പം പാടിയ ഈ ഗാനം സൂപ്പർ ഹിറ്റായതോടെ മലയാളത്തിന്റെ പ്രിയ ഗായകനായി യേശുദാസ് മാറി. യേശുദാസിന്റെ ഏറ്റവും മികച്ച ഗാനം ഏതെന്ന ചോദ്യത്തിനും ഉത്തരം കണ്ടെത്തുക സാധ്യമല്ല. 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ട് ശതാഭിഷേകം ആഘോഷിക്കുന്ന മലയാളികളുടെ പ്രിയ ദാസേട്ടന് പിറന്നാൾ ആശംസകൾ.